വിനായക ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ചന്ദ്രനെ കണ്ടുപോയാൽ എന്തോ ദോഷമുണ്ടാകുമെന്ന് പറയുന്നു. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിലെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ എനിക്കറിയണമെന്നൊരാഗ്രഹമുണ്ട്. നേരത്തെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഐപാർട്ടിക്കിൾ ആകുന്ന അടിസ്ഥാന സ്പന്ദനം കൊണ്ടാണ്. ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം അതിന്റെ അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് മണ്ണാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് 3 വ്യത്യസ്തമായ താളങ്ങളിൽ ഫ്രീക്വൻസിയിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി കൊണ്ടാണ്. അങ്ങനെ 3 വ്യത്യസ്തമായ താളങ്ങളിൽ മിഡിൽ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഈ വൈബ്രേഷനെയാണ് ഐ പാർട്ടിക്കിൾ ബേസിക് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ വൈബ്രേഷൻ, ഒരു വൈബ്രേഷനും അതിൻ്റെതായ ശബ്ദമുണ്ട്. എന്ത് സ്പന്ദിക്കുന്നുവോ അവിടെ ശബ്ദമുണ്ട്. ഈ ശബ്ദം 3 വ്യത്യസ്തമായ ശബ്ദങ്ങളോട് കൂടിയാണ്. ഏറ്റവും ലോ ഫ്രീക്വൻസിയിൽ ആ എന്നും, മിഡിൽ ഫ്രീക്വൻസിയിൽ ഊ എന്നും, ഹൈ ഫ്രീക്വൻസിയിൽ ഇതാണ് ഓം എന്ന് നമ്മൾ കേൾക്കുക. ഈ ഓമിനെ നമ്മൾ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ കണക്ക് ഗ്രാഫിക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രൂപമാണ് ഗണപതിയുടെ രൂപം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഗണപതിയുടെ രൂപം എന്ന് പറയുന്നത് ആ രൂപമാണ്, ആ ശബ്ദത്തിന്റെ, ആ ഫ്രീക്വൻസിയുടെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ്. അപ്പൊ ഈ ഗണപതി ഈ പറഞ്ഞ അമാവാസി കഴിഞ്ഞിട്ടുള്ള വെളുത്തവാവിലേക്ക് പോകുന്ന യാത്രയാണ്. അതിലെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അതിനാണ് ചതുർത്ഥി എന്ന് പറയുന്നത്. 4ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ 3 ഫ്രീക്വൻസി, പ്രഥമ, ദ്വിതീയ, തൃതീയ, ഈ 3 ഫ്രീക്വൻസി, ഈ 3 ഫ്രീക്വൻസിയും എന്താണോ സ്പന്ദിച്ചു, ഏതു സത്തയാണോ സ്പന്ദിച്ചു നിൽക്കുന്നത്, ആ സ്പന്ദനത്തിന് ആധാരഭൂതമായി നിൽക്കുന്ന സ്പന്ദിക്കാത്ത ഘടകത്തെയാണ് നമ്മൾ ഭഗവാനെന്ന്, സത്യമെന്ന്, ബോധമെന്നൊക്കെ പറയുക. ഈ ബോധത്തെക്കുറിച്ച് ഏതൊരു വ്യക്തിക്കും ഏറ്റവും ലളിതമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നതിൽ കടന്നു ചെല്ലാൻ പറ്റുന്നതാണ് ഏതു ശബ്ദവും. ആ ശബ്ദങ്ങളെല്ലാം അവസാനം ഓമാകും. ഈ 3 ഫ്രീക്വൻസി ആയി മാറും. അത് സ്പന്ദനം ഇല്ലാത്ത സത്തയിലേക്ക്, ബോധത്തിലേക്ക്, ടോട്ടൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ശിവനിലേക്ക്, പുരാണങ്ങൾ പറഞ്ഞ ശിവൻ, ആ ടോട്ടൽ ബോധത്തിലേക്ക് നമ്മൾ എത്തും. ഈ ടോട്ടൽ ബോധത്തിലേക്ക് എത്താൻ ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഘടകമാണ് ഈ ഓം. അതാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഏതു ശബ്ദവും ഓം ചേർത്താൽ മന്ത്രമാണ്. അപ്പൊ ഏതൊരു വസ്തുവും ഏതിനോടും ഓം ചേർത്താൽ അത് നമുക്ക് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന, കാരണം ആ പൂർണ്ണതയും ഇതും തമ്മിൽ ഈ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഓം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, കാരണം ചന്ദ്രൻ എന്ന് വെച്ചാൽ ബാഹ്യ കുളിർമയാണ്, മനസ്സാണ്. ഇതെന്ന് പറയുന്നത് കരണ അതീതമാണ്. അപ്പൊ ഇതിൽ കൂടെ കരണാതീതമായ തലത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പം വികാര വിചാരങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു വ്യക്തി അതിന്റെ സത്തയിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത്, ആ അനുഭവത്തിൽ, അതിനെ സാധാരണ പറയുന്നത് സമാധി അവസ്ഥ എന്ന് പറയും. കാരണം ആ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ പിന്നെ ബാഹ്യമായ ഒരു അസ്തിത്വമില്ല. അപ്പൊ ബാഹ്യത്തെ, വിഷയത്തെ കാണുന്നില്ല. കാരണം സാധാരണ ചന്ദ്രൻ വികാരത്തിന് ദേവതയാണ്, വികാരാധിഷ്ഠിതമാണ്, മനസ്സിന്റെ ദേവനാണ് ചന്ദ്രൻ. അപ്പോ ആ ചന്ദ്രനെ ആ ബാഹ്യ വികാരത്തിൽ നിൽക്കാനല്ല വിനായക ചതുർത്ഥി, അതിനെ കടന്ന് സത്തയിലേക്ക് എത്താൻ വേണ്ടിയാണ്.
അതുകൊണ്ടാണ് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണണ്ട എന്ന് കാണാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപത്തിൽ പറഞ്ഞിരുന്നു അത്രേ ഉള്ളൂ. കാരണം ബാഹ്യമായ വികാരത്തിൽ അധിഷ്ഠിതനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ബാഹ്യ വികാരത്തിനപ്പുറത്തേക്ക് ബോധത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർന്നു കഴിഞ്ഞാൽ ഇതിന് പ്രസക്തിയില്ല. അപ്പൊ അത് കാണേണ്ടതുമില്ല, കാണാനുമില്ല. അതുകൊണ്ടാണ് കാണേണ്ട